ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഷണൈസി, കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ റുമറ്റോളജിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്താവൂർ KMCക്ക് എതിർവശമുള്ളതും ചക്രപ്പാണി അമ്പലത്തിന് സമീപമുള്ളതുമായിട്ടുള്ള അമൃത സെൻറ്റർ ഫോർ റുമാറ്റിക് ഡിസീസ് എന്നാണ്. ഈ വീഡിയോയിൽ സന്ധിവാതത്തിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ സിംറ്റംസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നലെ ഞാൻ 2 പേഷ്യൻസിനെ കണ്ടു. അതിൽ ഒരു പേഷ്യൻസിന് ഉള്ളത് സന്ധിവാതമാണെന്ന് അറിയില്ലായിരുന്നു. ആ പേഷ്യൻ്റ് ഒരു ഓർത്തോപെഡീഷ്യനെയും ഒരു ന്യൂറോളജിസ്റ്റിനെയും കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. രണ്ടാമത്തെ ആൾക്ക് ഉള്ളത് സന്ധിവാതമാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം എൻ്റെ പഴയ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഇത് സന്ധിവാതമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുമ്പേ നിങ്ങളെ കാണുമായിരുന്നു. അപ്പം സന്ധിവാതത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചിട്ട് ഇപ്പം കുറേ റുമറ്റോളജിസ്റ്റുകളുണ്ട് കേരളത്തിലും കർണാടകത്തിലൊക്കെ ആയിട്ട്. പക്ഷേ അവരൊക്കെ എത്ര പറഞ്ഞിട്ടും സന്ധിവാതം എന്താണെന്ന് കുറേ ആൾക്കാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നും കൂടി ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. സന്ധിവാതം ഉള്ള പേഷ്യൻസിന് സന്ധികളിൽ നീർക്കെട്ടും വേദനയും ഉണ്ടാവും. പിന്നെ രാവിലെ എണീക്കുമ്പം സന്ധികളിൽ ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഒരു പിടുത്തമുണ്ടാവും. ഇത് രാവിലെ എണീക്കുമ്പം ഏറ്റവും കൂടുതലായിരിക്കും. പിന്നെ സമയം കഴിയുന്തോറും ഇത് കുറഞ്ഞുകൊണ്ട് വരും. ഇതിനെയാണ് സന്ധിവാതം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് 6 ആഴ്ചക്ക് മേലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റുമറ്റോളജിസ്റ്റിനെ കണ്ടിരിക്കണം. ആദ്യം സന്ധി എന്താണ് ഞാൻ പറഞ്ഞു തരാം. 2 എല്ലുകൾ അഥവാ 2 ബോൺസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് സന്ധി അല്ലെങ്കിൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ജോയിൻറ്റിലാണ് 2 എല്ലുകൾ അല്ലെങ്കിൽ ബോൺസ് തമ്മിലുള്ള മൂവ്മെൻറ്റ്സ് പോസിബിൾ ആകുന്നത്, സാധ്യമാകുന്നത്. ഉദാഹരണമായിട്ട് ഇത് എൽബോ ജോയിൻ്റ് ആണ്. ഇത് 2 എല്ലുകളാണ് കൂട്ടിമുട്ടിക്കുന്നത്. മേലുള്ളതിന് ഹ്യൂമറസ് എന്ന് പറയും. താഴെ റേഡിയസ് അൽന എന്ന് പറഞ്ഞ 2 ബോൺസ് ഉണ്ട്. അപ്പം ഈ 2 ബോൺസുകൾ തമ്മിലുള്ള ചലനം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് സാധ്യമാകുന്ന ജോയിൻറ്റ് അല്ലെങ്കിൽ സന്ധിയാണ് എൽബോ. ഇതാണ് സന്ധി എന്ന് പറയുന്നത്. പല ആൾക്കാരും സന്ധിവാതം ഉണ്ടായിട്ടും അത് ഞരമ്പിൽ അല്ലെങ്കിൽ നെർവ്സിൽ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. അത് അവർക്ക് മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെർഫെക്റ്റായിട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നെ സന്ധിവാതം തന്നെ പല രീതിയിലുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സീറോ പോസിറ്റീവ് ആൻഡ് സീറോ നെഗറ്റീവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, പിന്നെ സീറോ നെഗറ്റീവ് സ്പോണ്ടിലോആർത്രപ്പതി. ഇതെല്ലാം കൃത്യമായിട്ട് തരംതിരിച്ചറിയണം. കാരണം നമ്മൾ കൊടുക്കുന്ന മരുന്നിന് ഡോസും പിന്നെ കോമ്പിനേഷനും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആയിരിക്കുമ്പം ഇത് രണ്ടും ബേസ് ലൈനിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാലും മാത്രമേ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരൂ. ഫ്യൂച്ചറിൽ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരുള്ളൂ. അപ്പം ചില സമയങ്ങളിൽ സന്ധിവാതം ഉള്ളവർക്ക് സന്ധികളല്ലാണ്ട് ശ്വാസകോശം, ഹൃദയം, വൃക്ക, കരൾ, ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നി, ഐസ് ഇതിനൊക്കെ പ്രശ്നം വരാം. അപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്കാണെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ചില ആൾക്കാർ ആമാവാദം എന്നൊക്കെ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. ആമാവാദം ഒന്നും അലോപ്പതിയിൽ ആരും പറഞ്ഞിട്ടില്ല. അപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ്, അത് ശ്വാസകോശത്തിൽ, പിന്നെ ഹാർട്ടിൽ റുമറ്റോയ്ഡ് ന്യൂഡിയോൾസ്, കണ്ടക്ഷൻ ബ്ലോക്കൊക്കെ ഉണ്ടാക്കുക. അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഒരു റുമറ്റോളജിസ്റ്റ് വേണം. കാരണം MD ജനറൽ മെഡിസിൻ കഴിച്ചിട്ടാണ് റുമറ്റോളജിസ്റ്റ് DM റുമറ്റോളജി അല്ലെങ്കിൽ റുമറ്റോളജി പഠിക്കുന്നത്. അപ്പം ജനറൽ മെഡിസിൻ ഉണ്ടെങ്കിൽ ഈ സിസ്റ്റമിക് ഇൽനെസ്സസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓർത്തോപെഡീഷ്യൻ പഠിക്കുന്നത് MS ഓർത്തോപെഡിക്സ് ആണ്. അപ്പം ഓർത്തോപെഡീഷ്യനെക്കാട്ടിയും ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും റുമറ്റോളജിസ്റ്റ് തന്നെയാണ്. പിന്നെ ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നെർവ്സ് അല്ലെങ്കിൽ ഞരമ്പിനെ കുറിച്ച് പഠിക്കുന്നവരാണ്. നെർവ്സിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ന്യൂറോളജി. അതും റുമറ്റോളജിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. റുമറ്റോളജിക്കൽ ഡിസീസ് ഉള്ളവർക്ക് നെർവ്സ് ഇൻവോൾവ് ആവാം. പക്ഷേ അന്നേരം നമ്മൾ സന്ധിവാതത്തിന് കൊടുക്കുന്ന മരുന്ന് കൊണ്ട് നെർവ്സിലുണ്ടാകുന്ന അസുഖങ്ങളും മാറിക്കിട്ടും. അപ്പം നിങ്ങൾക്ക് സന്ധിവാതത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് 6 ആഴ്ചക്ക് മേലെ അല്ലെങ്കിൽ 1.5 മാസത്തിന് മേലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റുമറ്റോളജിസ്റ്റിനെ കാണണം. എന്നെ കാണണമെങ്കിൽ അത്താവൂർ KMCക്ക് എതിർവശത്തുള്ള അമൃത സെൻറ്റർ ഫോർ റുമാറ്റിക് ഡിസീസിലേക്ക് വന്നാൽ മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.